അസ്സലാമലൈക്കും. ഉമ്മാ കിച്ചണിക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും വിശേഷം എന്തൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഉമ്മാൻ്റെ കുട്ടികളെ നമ്മൾ ഇന്നൊരു ചിക്കൻ പൊരി ഉണ്ടാക്കാൻ പോകണം കേട്ടോ. ഉള്ളി ചിക്കൻ. ഇനി ഉമ്മാട്ടിയൊക്കെ ഇഷ്ടമല്ല പേരിടുക. നിങ്ങളൊക്കെ ഉണ്ടാക്കണേ തന്നെയാണ് ഉമ്മി ഉണ്ടാക്കണേ. അല്ല നമ്മൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണില്ലല്ലോ. അപ്പം എല്ലാ മക്കളും ഉമ്മാൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും വേണ്ടി ഉമ്മ പ്രാർത്ഥിക്കുക. നിങ്ങളെല്ലാവരും ഞമ്മക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം, വീഡിയോ കാണാതെ പോകരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഉള്ളല്ലോ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ഇതിന് വലിയ ചിലവൊന്നുമില്ല നമുക്ക് ഈ ചിക്കൻ പൊരിച്ചിക്കാനിട്ടോ. ലേശം വെളിച്ചെണ്ണ വേണം, അല്ലാതെ നമുക്ക് തോന്നുന്ന സാധനങ്ങളൊന്നും വേണ്ട. അപ്പം ഉമ്മാട്ടികളെല്ലാവരും വരും ഉമ്മാൻ്റെ കിച്ചണിക്ക് നമുക്ക് ചിക്കൻ പൊരിച്ച. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോട് പറയുന്നു, നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉമ്മാക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കണ്ട് ഒരു ലൈക്കോ ഒരു സബ്സ്ക്രൈബോ ഒന്നും ചെയ്യാതെ പോകരുത്. മറ്റുള്ളവർക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ വീഡിയോയിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. നമുക്ക് വീഡിയോ എടുക്കാൻ മാത്രമേ ഉള്ളൂ അറിയാം. മറ്റൊക്കെ കുട്ടികൾക്ക് അറിയണ മാതിരി ഒരു പിന്നെന്താ ഇട്ട് തരലാണ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇങ്ങനെ ഫോണും ഇതുമ്മ വെച്ചെടുക്കാൻ മാത്രമേ ഉള്ളൂ അറിയാം. അപ്പം അമ്മാൻ്റെ മക്കളൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അന്നാന്നത്തെ ഫുഡ് ഉണ്ടാക്കണ ആക്കാരം, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഉണ്ടാക്കണുണ്ടെങ്കിൽ അതാക്കാരം. അപ്പോൾ എല്ലാ മക്കളും സപ്പോർട്ട് ചെയ്ത് മുന്നോട്ടൊക്കെ വരിക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉമ്മാക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവുക. എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞില്ലേ? അപ്പോൾ നമുക്ക് കിച്ചണിലോട്ട് പോവുക. ചപ്പാത്തിൻ്റെ കൂടെ, കലക്കി പാർന്ന അപ്പത്തിൻ്റെ കൂടെ, അതേപോലെ ദോശൻ്റെ കൂടെ, അതേപോലെ ബ്രെഡിൻ്റെ കൂടെ. അതിൽ ഏറ്റവും നല്ലത് ബ്രെഡ്, അപ്പം, പിന്നെ ദോശ, ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഇത് നല്ല രസം ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ചിക്കൻ വെച്ചത്. അപ്പം അമ്മാൻ്റെ കുട്ടികളൊക്കെ ഈ ഉള്ളി ചിക്കനൊന്നും ഉണ്ടാക്കി നോക്കുന്നുണ്ടു. ഇനി മട്ടിയൊക്കെ ഇട്ടല്ല പേരൊക്കെ നിങ്ങൾ ഇട്ടോളി. അപ്പോൾ എല്ലാവരും ഉമ്മ കിച്ചണിക്കിട്ട് വരിട്ടോ. 10 മണിയാളെ നമ്മളിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ പീസ് തന്നെയാണ്. ബിരിയാണിക്ക് വെട്ടുന്നതിൻ്റെ വലിയ കഷ്ണമല്ല, എന്നാൽ അതിൻ്റെ രായ പാത്ത കഷ്ണം. ഇതിൽ നമ്മൾ സുറുക്ക ഒരു 2 തുള്ളി ഒഴിച്ചിട്ട് 2 മിനിറ്റ് നേരം വെച്ചിട്ട് നമ്മൾ ചിക്കൻ കഴുകുകയാണെങ്കിൽ നമ്മൾ അടുക്കള എവിടെയും ഒരു പച്ചച്ചൂരോ ചിക്കമാണോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം അങ്ങനെ കഴുകിയെടുത്ത ചിക്കനിൽ നമ്മൾ മഞ്ഞപ്പൊടി, ഉപ്പും, തുള്ളി സുറുക്കി, ഒരു ചെറിയ സ്പൂണ് ലേശം ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും. ഇഞ്ചി വെളുത്തുള്ളിയും തോന മസാല പറ്റൂ.